നാരായണീയം 6-ാം ശ്ലോകം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യേകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമമൃതസ്യന്ദസന്തോഹമന്ദ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. തത്തേ പ്രത്യഗ്രധാരാധരലളിതം. അല്ലയോ ഭഗവാനെ, അങ്ങാകട്ടെ പുതിയ കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയവനും ലളിതകളായാവലി, അതായത് കായാമ്പൂവിൻ്റെ ഒരു കൂട്ടം എങ്ങനെയാണോ ആ നിറത്തോടു കൂടിയവനുമാകുന്നു. ലാവണ്യസ്യേകസാരം സുകൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. ലാവണ്യത്തിൻ്റെ അഥവാ സൗന്ദര്യത്തിൻ്റെ പരമമായ ദൃഷ്ടാന്തമാകുന്നു അങ്ങ്. സുകൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പരിപൂർണമായിട്ടുള്ള അവതാരമായിട്ടുള്ളതും ലക്ഷ്മി നിശങ്കലീലാ നിലയനം, അഥവാ ലക്ഷ്മി ദേവിക്ക് മടി കൂടാതെ കേളിയാടുന്നതിനുള്ള കേളിഗൃഹമായിട്ടുള്ളതും അമൃതസ്യന്ദസന്തോഹമന്ദ, ഉള്ളിൽ ബ്രഹ്മാനന്ദമാകുന്ന അമൃതധാരയെ വർഷിക്കുന്നവനുമാണ് അങ്ങ്. ആരുടെ ഉള്ളിലാണ്? സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. സഞ്ചിന്തകാനാം അഥവാ നിഷ്ഠയോടുകൂടി അങ്ങേ ധ്യാനിക്കുന്ന ആ ഭക്തന്മാരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നവനാണ് അങ്ങ്. ഇങ്ങനെയെല്ലാം ഉള്ളവനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ വപു, അങ്ങയുടെ ആ രൂപം മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ. കഷ്ടാത്തേ സൃഷ്ടിചേഷ്ട ബഹുതരഭവഖേദാവഹ ജീവഭാജ ഇത്യേവം പൂർവമാലോചിതമചിത മയാ നൈവമാദ്യാഭിജാനേ നോ ചേജ്ജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വപുച്ഛിദ്രൂപസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേൻ. അല്ലയോ അജിത, ഒന്നിനാലും ജയിക്കപ്പെടാൻ സാധിക്കാത്തവനെ, അജയ്യനായിട്ടുള്ള ഭഗവാനെ, കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട, അങ്ങയുടെ ഈ പ്രവൃത്തിയാകുന്ന സൃഷ്ടിയാകുന്ന ഈ പ്രവൃത്തി കഠിനം തന്നെയാകുന്നു. ബഹുതരഭവഖേദാവഹ ജീവഭാജ, എന്തുകൊണ്ടെന്നാൽ അങ്ങയാൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ജീവികൾ ഈ ഭവത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മയാ പൂർവമാലോചിതം, എന്നാൽ ഇപ്രകാരമാണ് മുന്നേ ധരിക്കപ്പെട്ടിരുന്നത്. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുച്ഛിദ്രൂപസാർദ്രം. നോ ചേത്, ഇനി അഥവാ അങ്ങനെയായിരുന്നില്ല എങ്കിൽ, ജീവാ കഥം വാ മധുരതരമിദം, മനുഷ്യർക്ക് എങ്ങനെയാണ് ഇത്രയും മാധുര്യമാർന്നിട്ടുള്ള ത്വദ്വപുഹു, അങ്ങയുടെ ഈ രൂപം, നേത്രൈഹി ശ്രോത്രൈഹി പീത്വാ, കണ്ണുകൾ കൊണ്ട് കാണുവാനും ചെവികൾ കൊണ്ട് അങ്ങയുടെ നാമം കേൾക്കുവാനും സാധിച്ചിട്ട് പരമരസസുധാംഭോധിപൂരേ രമേൻ, പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ രമിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജശ്രം വിതരതി പരമാനന്ദസാന്ദ്രം ഗതിം ച. ഇദ്ധം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാൻ അപി, അതായത് നമ്രാണാം പുരഃ സതതം സന്നിധത്തെ, നമിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും പ്രത്യക്ഷനാകുന്നവനും, അനഭ്യർത്ഥിതാൻ അപി, അവർ യാതൊന്നും അപേക്ഷിച്ചിട്ടില്ല, യാതൊന്നും തന്നെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിലും, അർത്ഥാൻ കാമാനജസ്രം, അഭീഷ്ടങ്ങളായിട്ടുള്ള അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും, വിതരതി പരമാനന്ദ സാന്ദ്രം ഗതിം ച, അതേപോലെ പരമാനന്ദ സാന്ദ്രമാകുന്ന ഗതിയെയും അഥവാ മോക്ഷത്തെയും വിതരതി നൽകുന്നവനാണ് അങ്ങ്. യുദ്ധം
നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം. ഇദ്ധം ഹരേ ത്വം, അങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള അല്ലയോ ഹരേ, അല്ലയോ ഭഗവാനെ, നിശേഷലഭ്യോ നിരവധികഫല പാരിജാത, അങ്ങ് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന കൽപ്പവൃക്ഷമാകുന്നു. ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. എന്നാൽ അയം അർത്ഥിവ്രജ, ഈ യാചകസംഘം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം, ശക്രന്റെ അഥവാ ഇന്ദ്രന്റെ പുഷ്പവാടിയിലുണ്ട് എന്ന് പറയുന്ന ക്ഷുദ്രമായിട്ടുള്ള നിസാരമായിട്ടുള്ള കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നു. ഇന്ദ്രന്റെ ആ പുഷ്പവാടിയിലുണ്ട് എന്ന് പറയപ്പെടുന്ന കൽപ്പവൃക്ഷം മനുഷ്യരുടെ ലൗകികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ ഭഗവാനാകട്ടെ ആ കൽപ്പവൃക്ഷത്തിന് പോലും നൽകുവാൻ സാധിക്കാത്ത അലൗകികമായിട്ടുള്ള മോക്ഷത്തെയും നൽകുന്നവനാണ്. എന്നിട്ട് പോലും ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് അവരുടെ അവിവേകം തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മാരാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. പരേ, മറ്റ് ദേവന്മാർ കാരുണ്യാത് അന്യം കാമം ദദതി, കാരുണ്യത്താലാണ് മോക്ഷം ഒഴിച്ചുള്ളവയെ നൽകുന്നത്. ത്വം വിശേഷാത് സ്വാത്മതഃ, എന്നാൽ അങ്ങാകട്ടെ സ്വന്തം ആത്മാവിനെ പോലും കൊടുക്കുന്നവനാകുന്നു. ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. അന്യേ, മറ്റു ദേവന്മാർ ഐശ്വര്യാത് ഈശ്വരത്വം എന്ന ഒരു ഗുണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജഗതി ഈ ലോകത്തിൽ പരജനേ ഈശതേ മറ്റു ജനങ്ങളെ ഭരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈശ്വരനായി മാറുന്നു. ത്വം ആത്മനഃ അപി, അങ്ങ് സ്വന്തം ആത്മാവിന് പോലും ഈശ്വരനാണ്, അങ്ങ് സ്വന്തം ആത്മാവിൻ്റെ പോലും അധീശനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാഃ. സ്ഫീതഭാഗ്യാഃ ചേതനാഃ, വർദ്ധിച്ച ഭാഗ്യത്തോടു കൂടിയ അല്ലെങ്കിൽ പുണ്യം ചെയ്തിട്ട് ഉള്ളവരായിട്ടുള്ള ജീവികൾ പ്രതിപദമധുരേ ത്വയി ഉച്ചൈഃ ആരമന്തി, അങ്ങയുടെ രൂപത്തിലും ഭജനത്തിലുമൊക്കെ മനസ്സ് വെച്ച് അങ്ങയിൽ തന്നെ രമിക്കുന്നു. ത്വം ച ആത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. ത്വം ച ആത്മാരാമ ഏവ, എന്നാൽ അങ്ങാകട്ടെ അങ്ങിൽ തന്നെ രമിക്കുന്നവനാണല്ലോ. ഇതി അതുല ഗുണഗണാധാര, ഇപ്രകാരം സകല ഗുണഗണങ്ങൾക്കും ആശ്രയനായിരിക്കുന്ന അല്ലയോ ശൗര്യേ, ഞാൻ അങ്ങയെ നമിക്കുന്നു എന്ന് അർത്ഥം. ഐശ്വര്യം ശങ്കരാദീശ്വരവിനിമയനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരിവീര്യം വിമലമപി യശോ നിസ്പൃഹിശ്ചോപഗീതം അംഗസംഗാ സദാ ശ്രീരഖിലവിദസി ന ക്വാപി തേ സംഗവാർത്താഃ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വരവിനിമയനം, അങ്ങയുടെ പ്രഭാവം അല്ലെങ്കിൽ ഈശ്വരത്വമാണ് പരമേശ്വരൻ തുടങ്ങിയ മറ്റ് ഈശ്വരന്മാരുടെ എല്ലാം പ്രവർത്തികളെ നിയമിക്കുന്നത്. വിശ്വതേജോഹരാണാം തേജസംഹാരി, അങ്ങാകട്ടെ എല്ലാ തരത്തിലുമുള്ള തേജസ്സിനെയും ഹരിക്കുന്ന ബ്രഹ്മാദികളുടെ തേജസ്സിനെയും ഹരിക്കുന്നവനാകുന്നു. തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹേശ്ചോപഗീതം. വിമലഃ യശഃ അപി, ശുദ്ധമായിട്ടുള്ള അങ്ങയുടെ ആ കീർത്തി നിസ്പൃഹേശ്ചോപഗീതം, നിസ്പൃഹന്മാരായിട്ടുള്ള അതായത് യാതൊന്നും തന്നെ ആഗ്രഹിക്കാത്തവരായിട്ടുള്ള യോഗികളാൽ പോലും വാഴ്ത്തപ്പെടുന്നതാണ്. അംഗസംഗാ സദാ ശ്രീരഖിലവിദസി ന ക്വാപി തേ സംഗവാർത്താഃ. ശ്രീ എപ്പോഴും, അതായത് ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി അംഗസംഗാ സദാ അങ്ങയുടെ അംഗങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
അഖിലവിദസി, അങ്ങ് എല്ലാം അറിയുന്നവനുമാണ്. തേ സംഘവാർത്ത, അങ്ങയ്ക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ആസക്തിയുണ്ട് എന്ന് ഒരിടത്തും എവിടെയും കേട്ടിട്ടില്ല. തദ്വാദാധാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. തദ്വാദ് അതുകൊണ്ട്, അല്ലയോ ആകാരവാസിൻ, അല്ലയോ ഗുരുവായൂരപ്പ, മുരഹര അല്ലയോ ദേവ, ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി, ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ആശ്രയം അങ്ങാണ്. ഭഗവാൻ എന്ന ശബ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ളവൻ അങ്ങാകുന്നു. ഇതി ഭഗവൻ മഹിമാനുവർണ്ണനം നാമ പ്രഥമദശകം സമാപ്തം. ഇപ്രകാരം നാരായണീയത്തിലെ പ്രഥമ ദശകം സമാപിക്കുകയാണ്.